Dear students, in blotting techniques, we have already learned southern blotting. Today we are going to learn about western blotting. Western blotting, it was discovered by Tobin and his co-workers in 1979. And western blotting is used for the detection of proteins. Southern blotting ഉപയോഗിച്ച് നമ്മൾ DNA ആണ് ഡിറ്റക്ട് ചെയ്തത്. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്? വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ഈ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിന്റെ പ്രൊസീജിയർ നമുക്കൊന്ന് നോക്കാം. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു സ്പെസിഫിക് പ്രോട്ടീനെയാണ്. പ്രോട്ടീൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ടിഷ്യൂസിൽ നിന്നോ അല്ലെങ്കിൽ സെൽസിൽ നിന്നോ പ്രോട്ടീൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോട്ടീൻസിനെ നമ്മൾ SDS-PATE അഥവാ സോഡിയം ഡോഡിസിൽ സൾഫേറ്റ്, പേജ് എന്ന് പറഞ്ഞാൽ PAGE, പേജ് എന്ന് പറഞ്ഞാൽ പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. SDS അഥവാ സോഡിയം ഡോഡിസിൽ സൾഫേറ്റ്, അത് ഒരു നെഗറ്റീവ്ലി ചാർജ് റിയേജന്റ് ആണ്. PAGE, പേറ്റ് എന്ന് പറയുന്നത് പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, അതായത് അക്രിലമൈഡ് മോളിക്യൂൾസ് ഉപയോഗിച്ച് നമ്മളൊരു ജെൽ ആദ്യം സിന്തസൈസ് ചെയ്തെടുക്കും. ഈ പോളി അക്രിലമൈഡ് ജെല്ലിലാണ് നമ്മൾ പ്രോട്ടീൻസിനെ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ജെല്ലിൽ, പോളി അക്രിലമൈഡ് ജെല്ലിൽ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻസിനെ സോഡിയം ഡോഡിസിൽ സൾഫേറ്റ് എന്ന് പറയുന്ന നെഗറ്റീവ്ലി ചാർജ് ഡിറ്റർജന്റ് അതിലേക്ക് ഈ പ്രോട്ടീൻസിനെ ഡിസോൾവ് ചെയ്യും. ഇങ്ങനെ SDS-ൽ അഥവാ സോഡിയം ഡോഡിസിൽ സൾഫേറ്റിൽ പ്രോട്ടീൻസിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ SDS ഒരു നെഗറ്റീവ്ലി ചാർജ് ഡിറ്റർജന്റ് ആയതുകൊണ്ട് പ്രോട്ടീൻസിന്, ഇതിൽ ഡിസോൾവ് ചെയ്ത പ്രോട്ടീൻസിനെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഇങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനെ നമ്മൾ പോളി അക്രിലമൈഡ് ജെല്ലിലേക്ക് ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് എന്നിട്ട് ഇത് ഈ ജെല്ലിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടുവേഴ്സ് ദി പോസിറ്റീവ് പോൾ. നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് പോസിറ്റീവ് പോളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പ്രോട്ടീൻസ് വിൽ മൂവ് ഫാസ്റ്റർ, വളരെ പെട്ടെന്ന് ഈ ജെല്ലിലൂടെ മൈഗ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രോട്ടീൻസ് ഈ ജെല്ലിന്റെ, ഈ വെർട്ടിക്കൽ ജെല്ലിന്റെ ഏറ്റവും ബോട്ടത്തിലായിട്ടായിരിക്കും കാണുന്നത്. പ്രോട്ടീൻസിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് പ്രോട്ടീൻസിന്റെ മൂവ്മെന്റ്, ഈ ജെല്ലിലൂടെയുള്ള മൂവ്മെന്റ് കുറയുകയും അപ്പോൾ വലിയ വലിയ പ്രോട്ടീൻസ് ഈ ജെല്ലിന്റെ ടോപ്പ് റീജിയനിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ജെല്ലിൽ ഇലക്ട്രോഫോറസിസ് കഴിയുമ്പോൾ ഈ ജെല്ലിൽ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ബേസ്ഡ് ഓൺ ദെയർ സൈസ്. ആ പ്രോട്ടീൻസിന്റെ സൈസ് അനുസരിച്ച് ഈ ജെല്ലിൽ നമുക്ക് പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഏറ്റവും ചെറിയ പ്രോട്ടീൻസ് ജെല്ലിന്റെ ബോട്ടം റീജിയനിലും വലിയ വലിയ പ്രോട്ടീൻസ് ജെല്ലിന്റെ ടോപ്പ് റീജിയനിലുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടീൻസിനെ, പോളി അക്രിലമൈഡ് ജെല്ലിൽ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ പ്രോട്ടീൻസിനെ നമ്മൾ എന്ത് ചെയ്യും? നിട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ഇതിനെ ബ്ലോട്ട് ചെയ്യും. നിട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ഇതിനെ ബ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഈ മെംബ്രെയിനിലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നിട്രോസെല്ലുലോസ് മെംബ്രെയിനിലെ ഒരു പ്രൈമറി ആന്റിബോഡി സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യും. ഈ പ്രൈമറി ആന്റിബോഡീസ് എന്ത് ചെയ്യും? പ്രൈമറി ആന്റിബോഡീസ് പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും.
നമ്മൾ നോക്കുന്ന പ്രോട്ടീൻ ഈ നിട്രോസെല്ലുലോസ് മെംബ്രെയിനിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ പ്രൈമറി ആന്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് പ്രൈമറി ആന്റിബോഡി സൊല്യൂഷനിൽ നിന്ന് ഈ മെംബ്രെയിനെ എടുക്കും. അൺബൗണ്ട് ആന്റിബോഡീസ് എല്ലാം നമ്മൾ വാഷ് ചെയ്ത് കളയും. അതിനുശേഷം ഈ പ്രൈമറി ആന്റിബോഡീസും പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റും അടങ്ങുന്ന നിട്രോസെല്ലുലോസ് മെംബ്രെയിനെ നമ്മൾ ഒരു സെക്കൻഡറി ആന്റിബോഡി സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യും. ഇങ്ങനെ സെക്കൻഡറി ആന്റിബോഡി സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡറി ആന്റിബോഡീസ് വിൽ ബി റേഡിയോ ലേബിൾഡ്. അത് റേഡിയോ ലേബിൾഡ് ചെയ്തിരിക്കും സെക്കൻഡറി ആന്റിബോഡീസ്. ദിസ് സെക്കൻഡറി ആന്റിബോഡീസ് വിൽ കം ആൻഡ് ബൈൻഡ് ടു പ്രൈമറി ആന്റിബോഡീസ്. കുറച്ച് സമയം കഴിഞ്ഞ് സെക്കൻഡറി ആന്റിബോഡി സൊല്യൂഷനിൽ നിന്നും നമ്മൾ ഈ മെംബ്രെയിനെ പുറത്തെടുക്കും. ബാക്കി അൺബൗണ്ട് ആന്റിബോഡീസ് എല്ലാം നമ്മൾ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ഈ സെക്കൻഡറി ആന്റിബോഡീസ് ഈ മെംബ്രെയിനിൽ ബൗണ്ട് ചെയ്യും. എന്തുണ്ടെങ്കിൽ പ്രൈമറി ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ സെക്കൻഡറി ആന്റിബോഡീസ് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രൈമറി ആന്റിബോഡീസ് ബൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുന്ന പ്രോട്ടീൻ ആ മെംബ്രെയിനിൽ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനിലേക്കായിരിക്കും പ്രൈമറി ആന്റിബോഡീസ് വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന് ഓട്ടോ റേഡിയോഗ്രാഫ് ചെയ്യും. ഓട്ടോ റേഡിയോഗ്രാഫ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് സ്പോട്ട് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാം സെക്കൻഡറി ആന്റിബോഡീസ് ഉണ്ടായിരുന്നു എന്ന്. അതിനർത്ഥം എന്താണ്? പ്രൈമറി ആന്റിബോഡീസ് ഉണ്ട്. പ്രൈമറി ആന്റിബോഡീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ മെംബ്രെയിനിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന പ്രോട്ടീൻ ആ മെംബ്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇതാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. പ്രോട്ടീൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ആപ്ലിക്കേഷനിൽ ആദ്യം പറയുന്നത് പ്രോട്ടീൻ എക്സ്പ്രഷൻ ഓഫ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ട്രാൻസ്ജനിക് ഓർഗനൈസം ഇൻ ടിഷ്യൂസ് ഓർ സെൽ. അതായത് ഒരു ട്രാൻസ്ജനിക് ഓർഗനൈസത്തിലേക്ക് നമ്മൾ ഒരു പെർട്ടിക്കുലർ ജീൻ ഒരു ഓർഗനൈസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ജീൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ആ ജീൻ അതിന്റെ സ്പെസിഫിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ സെല്ലിലോ ഒരു പെർട്ടിക്കുലർ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ എക്സ്പ്രഷൻ ഈ ടിഷ്യൂലോ സെല്ലിലോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് പ്രോട്ടീൻസ്. എത്രത്തോളം പ്രോട്ടീൻസ് ഒരു പെർട്ടിക്കുലർ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ തോതിൽ മാത്രമാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതോ വളരെ കൂടുതൽ ലെവലിൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് പ്രോട്ടീൻസിന് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. പിന്നെ ഡിസീസ് ഡയഗ്നോസിസിന് പലതരത്തിലുള്ള ഡിസീസ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പസ് ടൈപ്പ് 2 തുടങ്ങിയിട്ടുള്ള ഡിസീസ് ഡയഗ്നോസിസിനും നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. അപ്പൊ ഇതൊക്കെയാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിന്റെ ആപ്ലിക്കേഷൻ. ഒരു പെർട്ടിക്കുലർ സെല്ലിൽ അല്ലെങ്കിൽ ടിഷ്യൂവിൽ ഒരു പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. ഇനി ട്രാൻസ്ജനിക് ഓർഗനൈസംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ആ ജീൻ അതിൻ്റെതായ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ജീൻ എത്രത്തോളം പ്രോട്ടീൻ ഒരു സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വളരെ ചെറിയ തോതിൽ മാത്രമാണോ, അതോ സഫിഷ്യന്റ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതോ വളരെ കൂടുതൽ ലെവലിൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. ഇനി പലതരത്തിലുള്ള ഡിസീസ് ഡയഗ്നോസിസിന് നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പസ് ടൈപ്പ് 2, HIV തുടങ്ങിയിട്ടുള്ള ഡിസീസ് ഡയഗ്നോസിസിനും നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉപയോഗിക്കാം.